എയർ ഇന്ത്യ ദുരന്തത്തിന് പിന്നിലെ കാരണക്കാരൻ സീനിയർ പൈലറ്റ് ആണെന്ന വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ കണ്ടുപിടുത്തം എയർ ഇന്ത്യയുടെ പ്രശസ്തി കളങ്കപ്പെടുത്താനാണോ എന്ന സംശയം ബലപ്പെടുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ എയർ ഇന്ത്യയെ സാധാരണക്കാർ പോലും തഴയുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് വിദേശ രാജ്യങ്ങളുടെ എയർലൈനുകളെ കടത്തിവെട്ടുന്ന രീതിയിലേക്ക് എയർ ഇന്ത്യ മാറിയതോടെ യാത്രക്കാർ ദീർഘദൂര യാത്രകൾക്ക് പോലും എയർ ഇന്ത്യയെ ആശ്രയിക്കാൻ തുടങ്ങി. ഇത് വിദേശ കമ്പനികളുടെ എയർലൈനുകൾക്ക് കനത്ത തിരിച്ചടിയാകുകയും ചെയ്തു. അഹമ്മദാബാദ് ദുരന്തത്തോടെ എയർ ഇന്ത്യയെ മോശം നിലവാരത്തിലേക്ക് തരം താഴ്ത്താനും ഇന്ത്യൻ പൈലറ്റുമാർക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലാണെന്നുമുള്ള പ്രചരണം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ശക്തമാണ്. പൊതുവെ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിനെ തകർക്കാൻ ഉതകുന്ന പല റിപ്പോർട്ടുകളും മുൻപും വാൾ സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 വർഷം മാത്രം പഴക്കമുള്ള ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ബോയിംഗ് 787 വിമാനമാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ. വ്യോമയാന വിദഗ്ധർ വിമാനത്തിലെ ചില സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിനെ എന്തു വില കൊടുത്തും രക്ഷിക്കാനുള്ള വാൾ സ്ട്രീറ്റിന്റെ ശ്രമമാകാം ഇതെന്നും ഇന്ത്യയിലെ വ്യോമയാന വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്.